ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ടിപ്സ് വേൾഡ് നിങ്ങൾക്കായി പരിചയപ്പെടുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് ഒരു വാഹനത്തിൻ്റെ നമ്പർ വെച്ചുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുക്കേണ്ട ഒരു അവസരം വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് ഇതുപോലെ ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് കുറച്ച് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കി. അങ്ങനെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒട്ടുമിക്ക ആപ്ലിക്കേഷനും ഫേക്കാണ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങളൊന്നും നൽകുന്നില്ല, അതും അല്ലെങ്കിൽ ധാരാളം പരസ്യങ്ങളുടെ ഒരു ശല്യം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നത്. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. വളരെ സിമ്പിൾ ആപ്ലിക്കേഷനാണ്. ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത്. ഈ കാണുന്ന ഭാഗത്ത് നമുക്ക് വാഹനത്തിൻ്റെ നമ്പർ എൻ്റർ ചെയ്യാം. ഞാനിവിടെ എൻ്റെ വാഹനത്തിൻ്റെ നമ്പർ എൻ്റർ ചെയ്തൊന്ന് നോക്കുകയാണ്. ഇവിടെ നമ്പർ എൻ്റർ ചെയ്തിട്ട് ജസ്റ്റ് സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കണക്റ്റിംഗ് ടു RTO എന്ന് പറഞ്ഞിട്ട് 23 കോടി വാഹനങ്ങളിൽ നിന്നാണ് ഈ ഡീറ്റെയിൽസ് എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് സെർച്ച് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഓണറുടെ പേര്, അത് റീസെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഏതെങ്കിലും ബാങ്കുമായിട്ട് ഹൈപ്പോത്തിക്കേഷൻ ഉണ്ടെങ്കിൽ അത്തരം ഡീറ്റെയിൽസ്, കൂടാതെ ഇത് ഈ വാഹനത്തിൻ്റെ മേക്കർ ആരാണ്, ഇത് ഏത് ക്ലാസ് വെഹിക്കിളാണ്, ഇതിൻ്റെ എൻജിൻ നമ്പർ, ചേസിസ് നമ്പർ, കൂടാതെ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന തീയതി, ഇതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എത്രത്തോളം കാലമുണ്ട്, ഇൻഷുറൻസിൻ്റെ കാലാവധി എത്രത്തോളം ഉണ്ട്, ഇത് വാങ്ങിയിട്ട് എത്രത്തോളം ദിവസമായി എന്നുള്ള ഡീറ്റെയിൽസ് വരെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. കൂടാതെ ഈ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് RTO ഏത് ഓഫീസാണെന്നുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ പോകുന്ന എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. സെക്കൻഡ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ചെക്ക് ചലാൻ എന്നുള്ള ഭാഗമാണ്. ഇവിടെ നമുക്ക് നമ്മുടെ പേരിൽ എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കാനുള്ള ഓപ്ഷനാണ്. വാഹനത്തിൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ ഇവിടെ നമുക്ക് RC നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ല, നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഇത്തരം ഫൈനോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് സെർച്ച് ഓപ്ഷൻ കൊടുത്താൽ മതിയാവും. അടുത്ത ഓപ്ഷൻ റീസെയിൽ വാല്യൂ ആണ്. ഇത് തീർച്ചയായിട്ടും വാഹനം വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹനം വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും ഒരു വാഹനത്തിൻ്റെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്, ഒരു ആപ്ലിക്കേഷൻ്റെ ഓപ്ഷനാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കാർ, ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ, ഇതിലേതാണോ നമുക്ക് ആവശ്യമുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം അവിടെ നമുക്ക് വേണ്ട ബ്രാൻഡ് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഹോണ്ട സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഹോണ്ട സിറ്റി സെലക്ട് ചെയ്തു. സെലക്ട് ഇയർ 2018. ഇത് വാരിയൻ്റ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്ത് VXL DTEC സെലക്ട് ചെയ്തു. കിലോമീറ്റർ ഡ്രിവൺ ഒരു 10,000 to 20,000 കൊടുത്തു. കാൽക്കുലേറ്റ് വാല്യൂ എന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ഒരു 9,90,000 മുതൽ 10.5 ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ഉള്ളത്. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ബ്രോക്കർമാരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇത് വിൽക്കുവാനോ വാങ്ങുവാനോ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് സംസാരിക്കുവാനോ നമുക്ക് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റൊരു ഓപ്ഷൻ നോക്കാം. ഇവിടെ നമുക്ക് റെഡിലി അവൈലബിൾ ആയിട്ടുള്ളൊരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പെട്രോൾ വില, അതേപോലെ തന്നെ ഡീസലിൻ്റെ വിലയും നമുക്കിവിടെ സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. താഴെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ബൈക്ക്, കാർ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്താണോ ഡീറ്റെയിൽസ് വേണ്ടത്, ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബൈക്കിൻ്റെയോ കാറിൻ്റെയോ ഡീറ്റെയിൽസ് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻസാണിത്. ഇവിടെ KTM എന്നുള്ള ഭാഗം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ KTMന് ഇന്ന് ഇപ്പോൾ മാർക്കറ്റിലുള്ള ഈ മോഡൽസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാം. ജസ്റ്റ് ഇവിടെ 200 ഡ്യൂക്ക് നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് കളർ വേരിയൻസ്, അതിൻ്റെ MRP, അതിൻ്റെ വില എത്രയാണ്, അത് 2 വേരിയൻ്റ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. 1.51 ലാഖും 1.62 ലാക്സും ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എടുക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെ നമുക്ക് കാറിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഏത് കമ്പനിയുടെ കാറാണോ വേണ്ടത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്കതിനകത്ത് നിന്ന് ഏറ്റവും ആവശ്യമുള്ള കാർ നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ മറ്റൊരു ഓപ്ഷൻ ന്യൂസ് എന്നുള്ള ഭാഗമാണ്. ഇവിടെ ഓട്ടോമൊബൈലായിട്ട് ബന്ധപ്പെട്ട എല്ലാ ന്യൂസുകളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാനിതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൂടെ ചേർത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.